എറണാകുളം വൈറ്റില സ്വദേശിയായ സരസ്വതി അമ്മ 3.5 സെന്റിൽ തീർത്തിരിക്കുന്നത് വൈവിധ്യങ്ങളുടെ വിസ്മയ കാഴ്ചകളാണ്. മാവും നാരകവും വേപ്പും മുരിങ്ങയും തുടങ്ങി വിവിധയിനം പച്ചക്കറികളും യഥേഷ്ടം ഇവിടെ തഴച്ചു വളരുന്നുണ്ട്. 70-ാം വയസ്സിലും മികച്ച മാതൃകയാവുകയാണ് സരസ്വതി അമ്മ. ചായമൻസ, വേലിച്ചീര, അടത്താപ്പ്, ചീരച്ചേമ്പ്, പിണ്ടാളൻ ചേമ്പ്, ചങ്ങലം പരണ്ട, പെരുംജീരകം, പാൽച്ചീര തുടങ്ങിയ നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായ 100ഓളം സസ്യങ്ങൾ. എല്ലാത്തിനും കൃത്യമായി വളരാൻ സൗകര്യം ഈ 3.5 സെന്റിലുണ്ട്. പക്ഷേ മണ്ണിലല്ല, വീടിന്റെ ടെറസിലാണെന്നു മാത്രം. വാട്ടർ അതോറിറ്റി ജീവനക്കാരനായിരുന്ന സരസ്വതി അമ്മയുടെ ഭർത്താവ് പരമേശ്വരന് വീട് വെക്കുമ്പോൾ ഒരു നിർബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൃഷി ചെയ്യാനും കൂടി പറ്റുന്ന തരത്തിലായിരിക്കണം ആകെയുള്ള 3.5 സെന്റിൽ വീട് വെക്കുന്നത്. കൂത്താപ്പാടിയിലെ വാട്ടർ ടാങ്കിൻ്റെ സൂപ്പറേഷൻ മുഴുവനും ഹസ്ബൻഡിനായിരുന്നു. അപ്പോൾ അതിൽ വെള്ളം ടൺ കണക്കിന് വെള്ളമില്ലേ, അതിനൊരു ചോർച്ചയും സംഭവിച്ചില്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, കൂത്താപ്പാടിയിലെ വാട്ടർ ടാങ്കിന് ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ നമുക്ക് വീട് വയ്ക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിൽ മണ്ണിട്ട് നമുക്ക് കൃഷി ചെയ്യാം. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമുക്ക് മാത്രമല്ലേ, വീടിടിഞ്ഞ് വീഴുവാണെങ്കിൽ നമുക്കല്ലേ സംഭവിക്കുള്ളൂ, വേറെ ആർക്കും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സമ്മതിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങുന്നത്. 30 വർഷമായി വീടിന്റെ ടെറസിൽ തഴച്ചു വളരുന്ന നീലനും മൂവാണ്ടനും ദാഹമകറ്റാൻ നാരങ്ങയ്ക്കായി വേറെങ്ങും പോകണ്ട. ചീരച്ചേമ്പെന്നാണ് ഇതിന് പറയണത്. ഇത് നമ്മൾ ചൊറിയില്ല, നമുക്ക് ചീര തോരമിക്കുമ്പോൾ തന്നെ ഇതിനെ തോരമിക്കാം. പിന്നെ ഇതിൻ്റെ അടിയിൽ വിത്തുണ്ടാവില്ല, അത് വേര് പൊട്ടി കുഞ്ഞുങ്ങളുണ്ടാവും. പിന്നെ നമ്മൾ ചീര വയ്ക്കുമ്പോൾ തന്നെ തോരൻ വയ്ക്കുന്നതിന് ചൊറിയലില്ല, ഇലയും തണ്ടും എല്ലാം ഉപയോഗിക്കാം. നമുക്കൊരു നേരത്തേക്കാവും. രണ്ട് തണ്ടുണ്ടെങ്കിൽ നമുക്ക് 2 നേരത്തേക്കായി. 6 വർഷം മുൻപാണ് സരസ്വതി അമ്മയുടെ ഭർത്താവ് പരമേശ്വരൻ മരിച്ചത്. ഒറ്റയ്ക്കായി പിന്നീടുള്ള കൃഷിയൊക്കെ ഒരു പരിക്ക് പറ്റി 2 വർഷം വിശ്രമിക്കേണ്ടി വന്നപ്പോഴും സരസ്വതി അമ്മയുടെ ആദ്യം മുഴുവൻ തന്റെ കൃഷിയിടത്തെ പറ്റി ഓർത്തിട്ടായിരുന്നു. ഇതിപ്പോൾ ചെയ്യണോണ്ടൊരു സന്തോഷമാണ്. എനിക്ക് സ്ഥലമില്ല എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. വെക്കാൻ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, പക്ഷേ സ്ഥലം പോരാ. 4 മണിയാകുമ്പോൾ മുകളിലേക്ക് കയറി 6 മണി വരെ ഇവിടെ ഇങ്ങനെ ഓരോന്നും ചെയ്തും പിടിച്ചൊക്കെ നിൽക്കും. അത് കഴിഞ്ഞാൽ താഴേക്ക് പോണത്. രാവിലെ അതുപോലെ 7 മണിക്ക് മുകളിലേക്ക് കയറിയാൽ 8:30-9 മണി വരെ വെള്ളം ഒഴിച്ചും നോക്കിയൊക്കെ നിന്ന് അത് കഴിഞ്ഞിട്ടാണ് താഴേക്ക് പോകുന്നത്. ഇതിൻ്റെ മുമ്പിലൊന്ന് നിൽക്കുമ്പോൾ ഒരു സന്തോഷമാണ്, മനസ്സിനൊരു സമാധാനമാണ്. വീട്ടിലിരിക്കുമ്പോൾ പലതും ചിന്തിച്ചു പോകും. അതിൻ്റെ മുമ്പിലൊന്നിരിക്കുമ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല, സന്തോഷമാണ്, ഒന്നും തോന്നില്ല. ഇനി താഴേക്ക് ചെല്ലുമ്പോഴേ വിഷമങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പൂർണ്ണമായും ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് കൃഷി. വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ബയോഗ്യാസും ഈ ടെറസിൽ ഒരുക്കിയിട്ടുണ്ട്. വേണേൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറയും പോലെ ഒന്ന് മനസ്സ് വെച്ചാൽ നമ്മുടെ വീടിന്റെ ടെറസിലും ഇതുപോലൊരു കൃഷിയിടം ഒരുക്കാൻ സാധിച്ചേക്കും. ന്യൂസ് മലയാളം, കൊച്ചി.